നയപ്രഖ്യാപന പ്രസംഗം നടത്തരുതെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. കോഴകളുടെ അയ്യരുകളിയാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. സർക്കാരിന്റെ ഹീനമായ മുഖം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും പ്രതിപക്ഷ നേതാക്കളുമൊത്ത് ഗവർണറെ കണ്ടതിനു ശേഷം വി.എസ്. മാധ്യമങ്ങളോട് പറഞ്ഞു. സോളാറും ബാറും ഉൾപ്പെടെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരിന് വേണ്ടി നയപ്രഖ്യാപനം നടത്താൻ ഗവർണർ എത്തരുതെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്ത് അഴിമതിക്കെതിരെ നിരവധി വിധികൾ പുറപ്പെടുവിച്ചിട്ടുള്ള അങ്ങ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള അഴിമതി സർക്കാരിന് വേണ്ടി നയപ്രഖ്യാപനം നടത്തരുതെന്നും പ്രതിപക്ഷം ഗവർണർ പി സദാശിവത്തോട് ആവശ്യപ്പെട്ടു. മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിമാർക്കുമെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. സോളാർ കമ്മീഷന് മുന്നിൽ സരിത നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ വിജിലൻസ് കോടതി മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തെങ്കിലും ആരോപണങ്ങൾ അതേപടി നിലനിൽക്കുകയാണ്. ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ സർക്കാർ ഇപ്പോഴും നേരിടുന്നു. ഈ സാഹചര്യത്തിൽ നയപ്രഖ്യാപനത്തിൽ നിന്ന് കഴിയുമെങ്കിൽ ഗവർണർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. പാമോയിൽ കോഴ, ബാർ കോഴ, സോളാർ കോഴ, പാറ്റൂർ കോഴ, ഇങ്ങനെ കോഴകളുടെ ഒരു അയ്യരുകളി. ഈ സാഹചര്യത്തിലാണ് അങ്ങ് ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നയപ്രഖ്യാപനം നടത്തുന്നത്. അതുകൊണ്ട് കഴിയുമെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കണം എന്നുള്ള നിലയിൽ ഉള്ള ഞങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചു. മറ്റന്നാൾ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടിക്കും സർക്കാരിനുമെതിരെ അതിശക്തമായ പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കാനാണ് ഇടതുമുന്നണി തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.